67 വർഷങ്ങൾക്കിപ്പുറവും തെളിയിക്കപ്പെടാത്ത 9 മൃതദേഹങ്ങളുടെ കഥ. സംഭവം നടക്കുന്നത് 1959 ഫെബ്രുവരി 1-ാം തീയതി. റഷ്യയിലെ യുറാൽ മൗണ്ടനിൽ സംഘടിപ്പിച്ച ഒരു ഹൈക്കിംഗ് മത്സരവുമായി ബന്ധപ്പെട്ടാണ് ഈ 9 പേരും അവിടെ എത്തിയത്. അതിൽ 8 യുറാൽ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളും ഒരു ഇൻസ്ട്രക്ടറും ഉൾപ്പെടുന്ന ഒരു ടീമായിരുന്നു. 3 സ്റ്റേജുകളായി നടക്കപ്പെടുന്ന ഒരു യുറാൽ ഹൈക്കിംഗ് മത്സരത്തിന് 1-ാം സ്റ്റേജ് പിന്നിട്ട് 2-ാം സ്റ്റേജിൽ നിന്നും 3-ാം സ്റ്റേജിലേക്കുള്ള യാത്രയിൽ ആ 9 പേരെ കാണാതാകും. അപ്പോൾ തന്നെ അതിശക്തമായ റഷ്യൻ സേനയുടെ ഒരു തിരച്ചിൽ ആരംഭിക്കുകയാണ്. പിന്നീട് അവർ കണ്ടത് ലോകം മുഴുവൻ ഞെട്ടുന്ന തരത്തിലുള്ള ഒരു വാർത്തയായി. ഈ 9 പേരും മരണപ്പെട്ടു എന്ന് മാത്രമല്ല, ആ മരണം ഇന്നും ലോകത്തെ ഞെട്ടിക്കുകയാണ്. ആ 9 പേരുടെ മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിലായി ചിന്നിച്ചെതറിയാണ് കിടന്നത്. അതിൽ 4 പേരുടെ മൃതദേഹം കിടന്നത് ഒരു അരുവിയിലാണെങ്കിൽ ബാക്കി 2 പേരുടെ മൃതദേഹം ഉണ്ടായിരുന്നത് അതൊരു പൈൻ മരത്തിന്റെ മുകളിലായിരുന്നു. ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ മലഞ്ചെരുവിൽ താഴ്ന്ന നിലയിലായിരുന്നു കിടന്നിരുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ 3 പേരുടെ വ്യത്യസ്തമായ രീതിയിലുള്ള മരണങ്ങളാണ്. 2 പേരുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത നിലയിലായിരുന്നു. അതിൽ 2 പേരുടെ നെഞ്ചിന്റെ ഭാഗത്തായി എന്തോ ശക്തമായ തരത്തിൽ ഇടിയേറ്റ് തകർന്നു പോയിരുന്നു. ഇതിൽ ഒരാളുടെ നാവ് മുറിച്ചെടുത്ത നിലയിലും മറ്റൊരാളുടെ പുരികം മുറിച്ച് നീക്കിയ നിലയിലുമായി. ഇന്നും തിരിച്ചറിയാത്ത ആ രഹസ്യത്തെക്കുറിച്ച് പോലീസ് അന്നൊരു അന്വേഷണം നടത്തി വളരെ പെട്ടെന്ന് അത് അവസാനിപ്പിക്കുകയുണ്ടായത്. എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് ആർക്കും തിരിച്ചറിയാത്ത ആ രേഖകൾ പിന്നീട് എപ്പോഴോ കാണാതാവുകയും ചെയ്തു. ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് അന്യഗ്രഹ ജീവികളുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാഹ്യ ശക്തികളുടെയോ ഇടപെടലായിരിക്കാം എന്നാണ്. അമേസിംഗ് മലയാളിയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി.